വില്ലേജ് മലയാളിയിൽ ഇന്ന് ഈ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരു കാരണവശാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. അതായത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ, കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ എന്തിനാണ് എന്നറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു കാരണവശാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ വിദ്യാഭ്യാസത്തിന് യാതൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോയാൽ മതി എന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് ഈ വീഡിയോ നിർത്തി മറ്റു വീഡിയോകളിലേക്ക് പോകാം. ഈ വീഡിയോ തുടർന്ന് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക, ലൈക്ക്, ഷെയർ ഇതൊക്കെ ചെയ്ത് ഈ ചാനലിനെ സപ്പോർട്ടും ചെയ്യാം. അപ്പോൾ പഠനത്തെക്കുറിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അല്പം നീളം കൂടിയാലും ഒന്നും തോന്നരുത്, കാര്യങ്ങൾ വിശദീകരിച്ച് പറയണമല്ലോ, അതുകൊണ്ടാണ്. നമുക്ക് വിദ്യാഭ്യാസം എന്താണ് എന്ന് നോക്കാം. എന്താണ് വിദ്യാഭ്യാസം നിങ്ങളുടെ അഭിപ്രായത്തിൽ? എൻ്റെ അഭിപ്രായത്തിൽ ഒരാൾ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ അദ്ദേഹത്തിന് ആകാൻ പറ്റും, സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം, സാമൂഹ്യ ജീവി എന്ന നിലയിൽ തൻ്റെ കടമകൾ എന്താണ്, എന്താണ് സാമൂഹ്യ ജീവിതം, എന്താണ് രാഷ്ട്രബോധം, എന്താണ് പൗരബോധം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ താൻ എങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കും എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാട്, എന്തിനാണ് താൻ ഈ ഭൂമിയിൽ പിറവിയെടുത്തത് എന്നുള്ള തിരിച്ചറിവ്, ഇതൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയെന്ന് പറയാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കപ്പെടുന്ന പീസ് ഓഫ് പേപ്പർ, അതിനാണ് നിങ്ങളുടെ വിദ്യാഭ്യാസം എന്ന് പറയേണ്ടി വരും. യഥാർത്ഥത്തിൽ ഇന്ന് നല്ലൊരു ശതമാനം വിദ്യാർത്ഥികളും അവർ പഠിക്കുന്നത് അല്ലെങ്കിൽ അവർ പഠിപ്പിക്കുന്നത് സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കപ്പെടുന്ന പീസ് ഓഫ് പേപ്പറിനാണ്. അതിലൂന്നി തന്നെയാണ് ജോലിയും ജോലിയുടെ സെലക്ഷനും എല്ലാം. ഉദാഹരണത്തിന് ഒരു ക്ലർക്ക് പരീക്ഷ അടക്കമാണ്. ആ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം വീണ പൂവ് എഴുതിയത് ആരാണ് എന്ന്. വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ആ ജോലിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രാഥമിക പാഠം പോലും ചോദ്യത്തിൽ വരുന്നില്ല. എന്തോ കുറച്ച് ജനറൽ നോളജ് എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു പരിചയവുമില്ലാത്ത, ആ ജോലിയെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാത്ത ഒരു വിഭാഗത്തെ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് നിയമിക്കുന്ന ഒരു സംവിധാനമാണ് കണ്ടുവരുന്നത്. പഠനവും അതുപോലെ തന്നെ. യഥാർത്ഥത്തിൽ ഇങ്ങനെയല്ല പഠിക്കേണ്ടത്. പഠനം എന്ന് പറയുന്നത് ഈ ജോലി തിരഞ്ഞെടുക്കപ്പെടുന്നത് പോലെയേ അല്ല. ഓരോ വ്യക്തിക്കും ഓരോ തരം ജോലികൾ അല്ലെങ്കിൽ ഒരുപാട് ജോലികൾ അവർ ചെയ്താൽ വിജയിക്കുന്ന കുറേ ജോലികളുണ്ട്. ആ ജോലി എന്താണ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നത് അവർ തിരിച്ചറിയണം. എന്ത് ചെയ്യാൻ പാടില്ല എന്ന് തിരിച്ചറിയണം. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രാഥമികമായി അവരെ മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ഉദാഹരണം, ഫീലിംഗ് സെന്റർ. ഒരാൾ പെട്ടെന്ന് സങ്കടം വരുന്ന അല്ലെങ്കിൽ ഒന്ന് തീരുമാനം എടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയുള്ളൊരു വ്യക്തി, അങ്ങനെയുള്ള ഫീലിംഗ് സെന്റർ വർക്ക് ചെയ്യുന്ന ഒരാൾ ഡോക്ടറായാൽ, അതായത് അലോപ്പതി ഡോക്ടറായാൽ, അതുമല്ല എന്നുണ്ടെങ്കിൽ ഒരു പൈലറ്റ് ആയാൽ എങ്ങനെ ഉണ്ടാവും? പെട്ടെന്ന് എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ ഒരു സന്ദർഭം ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ മേലോട്ട് നോക്കി നിൽക്കുന്ന ഒരവസ്ഥ വരും. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ അത് വിജയിക്കണമെങ്കിൽ തിങ്കിങ് സെന്റർ വർക്ക് ചെയ്യുന്ന ആളായിരിക്കണം. വാട്ട് ഈസ് നെക്സ്റ്റ്, ഇനി ഞാൻ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തിയായിരിക്കണം. അങ്ങനെയുള്ള വ്യക്തിബോധം ഉള്ള ആൾക്കാരാണ് ആ ജോലി ഏറ്റെടുക്കേണ്ടത്. ഇവിടെ SI ടെസ്റ്റ് എഴുതി ഫിസിക്കലും മെഡിക്കലും എല്ലാം കഴിഞ്ഞ് SI ആയി ജോലിയിൽ കയറിയ ശേഷം ആ ജോലി വേണ്ട എന്ന് വെച്ച് KSRTCയിൽ കണ്ടക്ടറായിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ? തങ്ങൾക്ക് പറ്റിയ ജോബ് ഏതാണ് അല്ലെങ്കിൽ തങ്ങളുടെ ഇഷ്ട ജോബ് ഏതാണ് എന്ന് അവർക്ക് അറിയാത്തത് കൊണ്ടാണ്. അവർ മറ്റുള്ളവരുടെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ വീട്ടുകാരുടെ ഇഷ്ടപ്രകാരം അതല്ലെങ്കിൽ തങ്ങളുടെ സുഹൃത്തുക്കൾ ചെയ്യുന്ന പ്രൊഫഷൻ കണ്ടിട്ട് അവരെന്തെങ്കിലുമൊക്കെ തീരുമാനിക്കും. തനിക്ക് എന്താണ് യൂസ്ഫുൾ അല്ലെങ്കിൽ തൻ്റെ ക്യാരക്ടർ അനുസരിച്ചിട്ട് ഏത് ജോലിയാണ് താൻ എടുക്കേണ്ടത് അത് കണ്ടെത്തി അതിലെത്തിച്ചേർന്ന് വേണം നമുക്ക് ജീവിതം തുടങ്ങാൻ അല്ലെങ്കിൽ ജോലി തീരുമാനിക്കാൻ. ഇനി സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് തീരുമാനിക്കാം എന്ത് ചെയ്യണമെന്ന്. ഉദാഹരണം, ശിഹാബ് പൂക്കോട്ടൂർ എന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഈ അടുത്ത കാലത്ത് ഗോപിനാഥ് മുതുകാട് വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചാ വിഷയമായ ശിഹാബ് പൂക്കോട്ടൂർ. അദ്ദേഹത്തിൻ്റെ പരീക്ഷാകാലത്തെക്കുറിച്ച് ഞാൻ ശിഹാബുദ്ദീൻ്റെ പരീക്ഷാകാലം എന്ന പേരിൽ ഒരു ലേഖനം പോലും എഴുതിയിട്ടുണ്ട്. ശിഹാബിൻ്റെ 10ാം ക്ലാസ്സിലെ അവസാന പരീക്ഷാ ദിവസം ഒരു ഡോക്യുമെൻ്ററി ഷൂട്ട് ചെയ്തു. അത് പുറത്തിറക്കാൻ സാധിച്ചില്ല, പക്ഷെ ഷൂട്ടിംഗ് നടന്നു. ആ ഷൂട്ടിങ്ങിനിടയിൽ ശിഹാബ് എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എന്താണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ട ജോലി, ഏത് കോഴ്സാണ് ഞാൻ എടുക്കേണ്ടത് എന്ന്. അന്ന് ഞാനതിന് മറുപടി പറഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ എൻ്റെ ലാപ്ടോപ്പുമായി ശിഹാബിൻ്റെ വീട്ടിലേക്ക് ചെന്ന് ലാപ്ടോപ്പ് തുറന്ന് നിക് വുച്ച് എന്ന മോട്ടിവേഷൻ സ്പീക്കറുടെ വീഡിയോ കാണിച്ചു കൊടുത്തു. നിക്കിൻ്റെ ഒരു പ്രത്യേകത, ശിഹാബിനേക്കാൾ ഒരു പടി കൂടി കടന്ന് ഷോൾഡർ വരെ കൈ തീരെ ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. ശിഹാബിന് കൈയുടെ 2 കഷ്ണമെങ്കിലും ഉണ്ട്. ആ 2 കഷ്ണം വെച്ചുകൊണ്ട് പൂക്കോട്ടൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ
ഏറ്റവും നല്ല കൈയക്ഷരത്തിന്, അതായത് സാധാരണഗതിയിലുള്ള കുട്ടികളെക്കാൾ അവരോട് തന്നെ മത്സരിച്ചുകൊണ്ട് ഏറ്റവും നല്ല കൈയക്ഷരത്തിന് അവാർഡ് വാങ്ങിയ ആളാണ് ശിഹാബ് പൂക്കോട്ട് എന്ന് മനസ്സിലാക്കണം. അങ്ങനെയുള്ള കഴിവും പ്രാപ്തിയുമുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയാണ് ചോദിക്കുന്നത്, എന്ത് ജോലിയാണ് ഞാൻ എടുക്കേണ്ടത്, ഏത് കോഴ്സാണ് ഞാൻ ചെയ്യേണ്ടത്. പറഞ്ഞു കൊടുത്തത്, ഈ ഭൂമിയിൽ നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്ക് കൈകളില്ല, കാലുകളില്ല. അതിനർത്ഥം നീ ജോലി ചെയ്യാൻ ഈ ഭൂമിയിൽ പിറന്ന ആളല്ല, ജോലി ചെയ്യിക്കാൻ വേണ്ടിയാണ്. മറ്റുള്ളവർക്ക് എങ്ങനെ ജോലി ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കാനുള്ളവനാണ്. ആ രീതിയിൽ ഒരു മാർഗദർശകനായിട്ട് പോകാമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരമുള്ള ഒരു വ്യക്തിയായി തീരാം. അതിലൂടെ അതൊരു ജോലിയായി കാണുകയും ചെയ്യാം. അതിന് പ്രാധാന്യം കൊടുക്കാൻ പറഞ്ഞു. ആ വഴി ശിഹാബ് സഞ്ചരിച്ചു. അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു പൊസിഷനിൽ ഇന്ന് ശിഹാബ് നിൽക്കുന്നു. ഇത് എൻ്റെ കഴിവോ ഞാൻ പറഞ്ഞതോ അല്ലെങ്കിൽ അതുകൊണ്ടോ പറഞ്ഞതല്ല. ഓരോ വ്യക്തിയിലും ഇത്തരത്തിൽ അവർക്ക് താല്പര്യമുള്ള ഓരോ മേഖലകളുണ്ട്. ഉദാഹരണത്തിന് ഇൻഡിവിജ്വലിസ്റ്റ് എന്ന ഒരു വിഭാഗമാണെന്നുണ്ടെങ്കിൽ അവർക്ക് കലാരംഗം, നൃത്തരംഗം, പാട്ട്, അതുപോലെ ആർട്ട്, അതുപോലെയുള്ള ഒരുപാട് മേഖലകളിൽ ശോഭിക്കാൻ പറ്റും. എന്തൂസിയാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആർക്കിടെക്ചർ മേഖലയിൽ, അതുപോലെ ആനിമേഷൻ മേഖലയിൽ, അതുപോലെ ഫിലിം, ക്യാമറ, പിന്നെ അതുപോലെ ബിസിനസ്, മറ്റു മേഖലകളിലൊക്കെ അവർക്ക് ശോഭിക്കാൻ പറ്റും. ഇനി ഒരു പെർഫെക്ഷനിസ്റ്റ് മേഖലയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ മാനേജർ, അതുപോലെ ടീം ലീഡർ, അങ്ങനെയുള്ള മേഖലകളിൽ അവർക്ക് ശോഭിക്കാൻ പറ്റും. അങ്ങനെ താൻ ഏതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, തൻ്റെ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, തൻ്റെ കഴിവുകൾ ഏതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ വ്യക്തിയും അവനവൻ്റെ ജോബ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിരാശപ്പെടേണ്ടി വരില്ല. എല്ലാവരും എല്ലാ ജോബുകളിലും വിജയിക്കും. ചിലർ ബിസിനസ് ചെയ്യും. എങ്ങനെ ബിസിനസ് ചെയ്താലും പരാജയമാണ്. എന്തൊക്കെ ചെയ്താലും വെട്ടുനിലയിൽ പൊട്ടും. കൂട്ടു ബിസിനസ് നോക്കും, കടം വാങ്ങും, ലോൺ എടുക്കും, പലതരം ബിസിനസ്സുകൾ ചെയ്യും. പക്ഷെ വിജയിക്കില്ല. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ് കാറ്റഗറി അയാളിൽ ഇല്ല എന്നത് തന്നെയാണ് കാരണം. അപ്പോൾ അയാൾ ബിസിനസ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ അയാൾ ബിസിനസ് കാറ്റഗറിയിലേക്ക് വരണം, അതിനുള്ള ബോധം അയാൾക്കുണ്ടാകണം, അത് പഠിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ബിസിനസ് ചെയ്യണ്ട, ബിസിനസ് ഞാൻ ചെയ്യുന്നില്ല എന്ന് വെക്കണം. ഇത് ഒരു പ്രധാന ക്യാരക്ടർ സംവിധാനമാണെന്നുണ്ടെങ്കിൽ ഇൻബോൺ ആയിട്ട് അല്ലാതെ തന്നെ ഓരോ വിഭാഗമുണ്ട്. ഇൻഡ്യൂഷൻ, ഉൾവിളി കിട്ടുന്ന വ്യക്തികൾ, അതല്ല എന്നുണ്ടെങ്കിൽ സെൻസിങ്ങിൻ്റെ വ്യക്തികൾ, അതേപോലെ തിങ്കിങ് സെൻറ്റർ, ഫീലിംഗ് സെൻറ്റർ, ഇങ്ങനെ ഓരോരോ അവരുടെ സ്വഭാവ വിശേഷങ്ങൾ കൊണ്ട് അവർ ചെയ്യുന്ന ജോലികളെ, അവരെ ആശ്രയിച്ചു പോകുന്ന ജോലികളെ നിയന്ത്രിക്കേണ്ട ആൾക്കാരുണ്ട്. അപ്പോൾ അത് നിയന്ത്രിക്കാനുള്ള കഴിവും അതിനെ നോക്കിക്കണ്ട് ചെയ്യാനുള്ള കഴിവും അതിൽ പ്രവർത്തിക്കാനുള്ള കഴിവും ഒക്കെ ഈ പറഞ്ഞ അവരുടെ മാനസിക വ്യാപാരത്തെ, ആ കഴിവിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ സിലബസിൽ ഉൾപ്പെടുത്തണം. നിർഭാഗ്യവശാൽ ഇപ്പോൾ ഇല്ല. അതായത് പേഴ്സണാലിറ്റി അനാലിസിസ്, താൻ ആരാണ്, എന്താണ്, തൻ്റെ ആഗ്രഹം അനുസരിച്ച് താൻ എങ്ങനെയാണ് ഇനി മാറേണ്ടത് എന്നതിനെ കുറിച്ചുള്ള യാതൊരുവിധ പഠനവും വിദ്യാഭ്യാസ സിലബസിലില്ല. എല്ലാവർക്കും ഒരേ വിദ്യാഭ്യാസമാണ്. ഇപ്പോൾ ഫിസിക്സിന് 100% മാർക്ക് വാങ്ങുന്നവരുണ്ടാവും. അവർക്ക് ഒരു പക്ഷേ കണക്കിന് മാർക്ക് കുറവായിരിക്കും, ഇംഗ്ലീഷിന് മാർക്ക് കുറവായിരിക്കും. ഇവിടെ MA മ്യൂസിക്കിന് ചേരുന്ന ഒരു വ്യക്തി കെമിസ്ട്രിക്ക് 60% മാർക്ക് വാങ്ങണം എന്നുള്ളൊരു ഗതികേട് ഇവിടെ ഉണ്ട്. അതായത് 60% മാർക്ക് SSLCക്ക് വേണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇതുപോലെ ഫിസിക്സിന് 100% വാങ്ങുന്ന ഒരു വ്യക്തിക്ക് എന്തുകൊണ്ട് അവനെ ഒരു ശാസ്ത്രജ്ഞനായിട്ട് പറഞ്ഞു വിട്ടുകൂടാ? അപ്പോൾ അതിനുള്ളൊരു അവസരം നമുക്കിവിടെ ഇല്ല. അതായത് ഓരോ വ്യക്തിയിലെയും കഴിവ് കണ്ടെത്തിക്കൊണ്ട് ഏതേത് മേഖലയിലാണ് അവൻ ശോഭിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതത് മേഖലയിലെ പരിശീലനവും അതത് മേഖലയിലെ വഴികാട്ടലും വഴിതെളിക്കലും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഈ നാട്ടിലും ഒരുപാട് പ്രതിഭകളുണ്ടാവും. വിദ്യാഭ്യാസം എന്നത് സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കപ്പെടുന്ന പീസ് ഓഫ് പേപ്പർ അല്ല. ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനിലുള്ള കഴിവ് എന്താണ്, അവൻ്റെ പൊട്ടൻഷ്യാലിറ്റി കപ്പാസിറ്റി എന്താണ്, അവൻ്റെ സെൻറ്റർ ഏതാണ്, തിങ്കിങ് ആണോ, ഫീലിംഗ് ആണോ, സെൻസിങ് ആണോ, ഇൻഡ്യൂഷൻ ആണോ, ഇങ്ങനെ ഓരോരോ മേഖലകൾ നോക്കിക്കൊണ്ട് ആ മേഖലകളിലെ ജോലികൾ തിരഞ്ഞെടുത്തുകൊണ്ട് അത് ആസ്വദിച്ച് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ എല്ലാ വ്യക്തികളും വിജയിക്കും. അല്ല എന്നുണ്ടെങ്കിൽ രക്ഷിതാക്കളുടെ താല്പര്യം അനുസരിച്ച് ചിലരൊക്കെ ഡോക്ടറാകും, ചിലരൊക്കെ എഞ്ചിനീയർ ആകും, എല്ലാം കഴിഞ്ഞ് വട്ടുപിടിച്ചിരിക്കുന്നത് കാണാം. അതായത് സൈക്കോളജിസ്റ്റുകളായിട്ട് സൈക്കോളജി പഠിച്ച് പോകുന്ന കുറേ പേരുണ്ട്. അതിൽ നല്ലൊരു ഭാഗം ആൾക്കാർ അതിൽ താല്പര്യമില്ലാത്തവരാണ്. അവർ ചിലരെങ്കിലും പിന്നീട് മാനസിക രോഗികളെക്കാൾ വികലമായ ഒരു മാനസികാവസ്ഥയിൽ എത്തിച്ചേർന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് എന്താണ് ജോലി, നമ്മൾ ഏത് ജോലിയാണ് എടുക്കേണ്ടത്, നമ്മൾ ഏത് കോഴ്സാണ് എടുക്കേണ്ടത് എന്നത് നമ്മുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലല്ല. പകരം നമ്മുടെ സ്വഭാവത്തിൻ്റെ, നമ്മുടെ ശൈലിയുടെ, ശീലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. മനുഷ്യൻ്റെ മനസ്സിൻ്റെ, അവൻ്റെ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഒരു ജോലി ഏത് വേണം എന്ന് തീരുമാനിക്കേണ്ടത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ന ജോലികൾ അവൻ എടുക്കാം,
ഇന്ന ജോലികൾ എടുക്കാൻ പാടില്ല എന്ന് കൃത്യമായി ഉണ്ട്. അതായത് ഫീലിംഗ് സെന്റേഴ്സ് ഒരു കാരണവശാലും അലോപ്പതി സർജൻ ആകാൻ പാടില്ല, അതുപോലെ പൈലറ്റ് ആകാൻ പാടില്ല, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അതേസമയം അവർ ഒരു ഹോമിയോ ഡോക്ടർ ആകുന്നതിന് എതിരുമല്ല. അപ്പോൾ അത്തരത്തിൽ ഓരോ മേഖലയും ഏതാണ് തങ്ങൾക്ക് അനുയോജ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസം വരേണ്ടതുണ്ട്. അതിപ്പോൾ നിലവിലില്ലാത്തത് കൊണ്ട് അത് തിരിച്ചറിയാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമുക്കുണ്ട്. അത് കൃത്യമായി ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതത് മേഖലയിൽ എത്താം. ഇനി എവിടെയും എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായി ഈ ചാനൽ ഫോളോ ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇതിൽ വല്ലപ്പോഴുമെങ്കിലും അത്തരം വീഡിയോകൾ വരും. ആ വീഡിയോകളിൽ കൃത്യമായ ദിശാബോധം നിങ്ങൾക്ക് ലഭിക്കുന്ന കൃത്യമായ വിവരങ്ങൾ ഉണ്ടാകും. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. മറ്റു വീഡിയോകളും ഉണ്ടാകും, അതൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കണ്ടാൽ മതി. പക്ഷേ ഈ വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത്, ഫോളോ ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത് ഒക്കെ സഹകരിക്കാം.